7 പേര് ആണുള്ളത്. അതിലൊന്ന് പിതാവാണ്. കുട്ടിയുടെ പിതാവ് സ്ഥലത്തില്ല, വിദേശത്താണെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. സഹപാഠിയോടാണ് കുട്ടി ആദ്യം വിവരം പറയുന്നത്. സഹപാഠി അവരുടെ വീട്ടിൽ പറയുകയും അങ്ങനെ പെൺകുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ പിതാവ് ഇങ്ങനെ കുട്ടിയെ പീഡിപ്പിക്കാറുണ്ട് എന്ന് പറയുന്നു. എന്തൊക്കെ വാർത്തകളല്ലേ ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ 7 പേര് കൂടിച്ചാണ് പീഡിപ്പിച്ചത്. അതിൽ സ്വന്തം പിതാവ് അടക്കം പ്രതിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഈ പിതാവ് പെൺകുട്ടിയെ പീഡിപ്പിക്കാറുണ്ടായിരുന്നു. ഈ കുട്ടി സ്വന്തം കൂട്ടുകാരിയോട് പറഞ്ഞ് അവർ മറ്റാരോടോ പറഞ്ഞിട്ടാണ് ഈ വാർത്ത പുറം ലോകം പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഇങ്ങനൊരവസ്ഥ ഏതൊരു പെണ്ണിന് സംഭവിച്ചാലും ആ പെണ്ണ് ആദ്യം പോയി പറയുന്നതും ആശ്രയിക്കുന്നതും സ്വന്തം പിതാവിനായിരിക്കൂലേ. ആ സ്വന്തം പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നെ ആരോട് പോയിട്ട് പറയും? ഈ ലോകത്തിന് ആ കുട്ടി ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആരെയാണ് ആശ്രയിക്കേണ്ടത്? സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതമല്ലാത്തൊരു കാലമാണ്. സ്വന്തം വീട്ടിൽ പോലും സംരക്ഷണം കിട്ടാത്ത ആ കുട്ടിക്ക് മറ്റെവിടെ പോയിട്ടാണ് ആ സുരക്ഷ കിട്ടേണ്ടത്? നമ്മളതൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ജന്മം കൊടുത്ത സ്വന്തം അച്ഛനോട് പോലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ആ കുട്ടിക്ക് മറ്റേത് പുരുഷനിൽ നിന്നാണ് ആ വിശ്വാസം നേടിയെടുക്കാൻ കഴിയുക? ഇതൊക്കെ നമ്മളെ രാജ്യത്തെ നിയമത്തെ കുറ്റവാളികൾക്ക് പേടിയില്ലാത്തത് കൊണ്ടോ അതോ കുറ്റവാളികൾ പേടിക്കുന്ന രീതിയിലുള്ള ശിക്ഷ അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണോ എന്നുള്ളത് നിങ്ങൾ പറയും.